പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓൺ ദ ഡോട്ട് നേരത്തെ ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വെറുതെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ജനങ്ങളുടെ വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ മാൻഡേറ്റ് വാങ്ങുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ വിഷയങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ബോധപൂർവം ചർച്ചയാക്കാൻ ശ്രമിക്കുന്നവർ, അതിൽ നിന്ന് അനുകമ്പ സഹതാപം വർക്കൌട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നവരെ തിരുത്തുക, അതാണ് ഈ പ്രതിഷേധം. എന്തുകൊണ്ടാണ് പി സരിൻ കോൺഗ്രസ് വിട്ട് CPM പാളയത്തിലെത്തിയത്? തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ ചിറക് സരിൻ എന്ന ചെറുപ്പക്കാരന്റെ ഇരുവശവും മുളച്ചു വരുന്നത് കണ്ടിട്ടാണോ താത്വികമായി CPM ഈ ചെറുപ്പക്കാരനെ ആർത്തിയോടെ ക്ഷണിച്ച് അകത്തേക്ക് കൊണ്ടുപോയത്? അല്ല എന്ന് ഏത് കുട്ടി സഖാവിനും അറിയാം. എത്ര പേരെയാണ് താൽക്കാലിക ലാഭത്തിനു വേണ്ടി CPM അറപ്പുര തുറന്ന് സ്വീകരിച്ചത്? അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഭൂരിപക്ഷം പേരും വന്ന വഴിയെ തിരിച്ചുപോയ അനുഭവം നിരവധി. മഞ്ഞളാംകുഴി അലിയും ചെറിയാൻ ഫിലിപ്പും അൻവറും എന്നുവേണ്ട പലരും പല കാലങ്ങളിൽ പല പ്രലോഭനങ്ങളിൽ വീണ് ചുവന്ന കൊടി പിടിക്കാൻ എത്തിയിട്ടുണ്ട്. അവരൊക്കെ സ്വന്തം ലാവണത്തിലേക്ക് സമയാസമയങ്ങളിൽ തിരിച്ചു പോവുകയും ചെയ്തു. എന്നിട്ടും എന്തിനാണ് വിജയസാധ്യതയുള്ള പല സ്ഥാനാർത്ഥികളുള്ളപ്പോൾ തന്നെ സരിനെ ചുവന്ന ഹാരമണിയിച്ച് CPM സ്വീകരിച്ചതെന്ന ചോദ്യം ബാക്കിയാവുന്നു. യുക്തമായ ഒരു ഉത്തരം ഇക്കാര്യത്തിൽ നൽകാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. പാലക്കാട് മത്സരിക്കാൻ സ്വന്തം പാർട്ടിയിൽ നിന്നും ഒരാളെ CPMന് എന്തുകൊണ്ട് കണ്ടെത്താനായില്ല? വിജയസാധ്യതയുള്ള ഒരാളെ നിശ്ചയിക്കാനാവാതെ വന്നതാണോ കാരണം? അതോ ഏതെങ്കിലും നേതാക്കന്മാരുടെ വ്യക്തി താൽപ്പര്യമാണോ ഇതിനു പിന്നിൽ? അതല്ല സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചതാണെങ്കിൽ പാർട്ടി അംഗങ്ങളുടെയും അണികളുടെയും മനസ്സിലിരിപ്പ് പാർട്ടി അവഗണിക്കുകയാണോ ചെയ്തത്? ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. CPM സമ്മേളനങ്ങളിൽ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ചില പാർട്ടി അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പഴയകാല ഉദാഹരണങ്ങളെയും അവർ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ അതിനൊന്നും MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശ്വസനീയമായ മറുപടി നൽകുന്നില്ല. പാർട്ടി നേതൃത്വം തീരുമാനിച്ചാൽ ഏതു പാർട്ടി വിരുദ്ധനെയും ചുമക്കേണ്ട അവസ്ഥയാണ് പാർട്ടിക്കുള്ളത്. അതിൽ അസംതൃപ്തി സൂക്ഷിക്കുന്നവർക്കും പ്രകടിപ്പിക്കുന്നവർക്കും പുറത്തേക്കുള്ള വാതിൽ തുറന്നിടുകയാണ് പാർട്ടി നയം. എന്തുതന്നെ ആയാലും CPMലെ അണികൾ പാലക്കാട്ട് സരിനെ കെട്ടിയെഴുന്നള്ളിപ്പിച്ച പാർട്ടി നയത്തോട് യോജിക്കുന്നില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. ജയിച്ചാൽ പാർട്ടിക്ക് ബാധ്യതയാകും സരിൻ എന്ന സൂചന CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു നൽകിക്കഴിഞ്ഞു. വകതിരിവില്ലാതെ സംസാരിക്കരുതെന്ന ശാസനയും കഴിഞ്ഞ ദിവസം സെക്രട്ടറി സരിന് നൽകിയിട്ടുണ്ട്. എന്തു വന്നാലും പഠിക്കില്ല എന്ന ഭാവത്തിലാണ് CPM നേതൃത്വം. അൻവറിനെ കുറച്ചുകാലം പൊക്കിപ്പിടിച്ച് നടന്നതിൻ്റെ ഫലം ഇപ്പോൾ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചൂട് മാറും മുമ്പാണ് സരിനെ ചുവന്ന പുതപ്പ് ചൂടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അമർഷം വകതിരിവുള്ള പാർട്ടിയെ സ്നേഹിക്കുന്നവർ ബാലറ്റ് പേപ്പറിലൂടെ തീർത്താൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല.